Dear students, isosceles triangle എന്താണെന്ന് നമ്മൾ പഠിച്ചു. If two sides of a triangle are equal or two angles of a triangle are equal, the triangle is called isosceles triangle. ഇനി പഠിക്കുന്നത് എന്താണ് equilateral triangle എന്നാണ്. അത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ. If three sides of a triangle are equal, the triangle is called equilateral triangle. Then in any equilateral triangle all angles are 60. ഒരു ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ ആംഗിൾസിൻ്റെയും മെഷർ 60 ആയിരിക്കും. എങ്ങനെയാണ് 60 ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എ ബി സി എന്ന ട്രയാങ്കിൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു ബി സി എന്ന് നമുക്ക് പറയാം. എ ബിയും ബി സിയും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ എ ബിയും ബി സിയും ഈക്വൽ ആണെങ്കിൽ രണ്ട് സൈഡ്സ് ഈക്വലായി. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏതെല്ലാം ആംഗിൾസാണ് ഈക്വൽ ആവുക? എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സി എന്ന ആംഗിളും ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എ എന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് എഴുതാം. അപ്പോൾ എ ബിയും ബി സിയും ഈക്വൽ ആയതുപോലെ തന്നെ ബി സിയും എ സിയും ഈക്വൽ ആണ്. ഓക്കെ, ബി സി ഈസ് ഈക്വൽ ടു എ സി. അപ്പോൾ ബി സിയും എ സിയും ഈക്വൽ ആണെങ്കിൽ ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എ, അതേപോലെ എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ബി, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു സി, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ബി. എ ആംഗിൾ സിക്കും ആംഗിൾ ബിക്കും ഈക്വലാണ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും എല്ലാം ഈക്വലാണ്. ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 180 കിട്ടുക. സം ഓഫ് 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180. അപ്പോൾ 180യെ 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുക. അപ്പോൾ 180 എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 180 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3 ആംഗിൾസും ഈക്വൽ ആവും. എല്ലാ ആംഗിൾസിൻ്റെയും മെഷർ എത്രയായി മാറും? 60 ഡിഗ്രിയായി മാറും. ഓക്കെ, അപ്പോൾ നേരത്തെ വരയ്ക്കാൻ പഠിച്ചതുപോലെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. എങ്ങനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഏതെങ്കിലും ലെങ്ത്തിൽ ഒരു സൈഡ് ആദ്യം വരയ്ക്കുക, എന്നിട്ട് കോമ്പസിൽ ആ മെഷർ എടുത്തുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, നേരെ തിരിച്ച് ഇപ്പുറത്ത് ഒരു ആർക്ക് വരയ്ക്കുക, എന്നിട്ട് അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്നിട്ട് അതിന് പേര് കൊടുക്കുക, എ ബി സി എന്ന് പേര് കൊടുക്കുക, എന്നിട്ട് എഴുതുക if 3 sides of a triangle are equal, the triangle is called equilateral triangle. അതിനുശേഷം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, in any equilateral triangle all angles are 60 എന്ന് എഴുതി വെക്കുക. അതെങ്ങനെയാണ് 60 കിട്ടുന്നത് എന്നുള്ളത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോട്ട്ബുക്കിൽ അത് എഴുതി വെക്കുക. ഇത് എഴുതണമെന്ന് നിർബന്ധമല്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ all angles of an equilateral triangle are 60 degree. അതിനുശേഷം പേജ് 26-ലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് കണ്ടെത്താം. സം ഐസോസെലസ് ട്രയാങ്കിൾസ് ആർ ഡ്രോൺ ബിലോ. ഇൻ ഈച്ച് വൺ ആംഗിൾ ഈസ് ഗിവൺ, ഫൈൻഡ് ദി അതർ ആംഗിൾസ്. ചില ഐസോസെലസ് ട്രയാങ്കിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം ആ ഫിഗറിലെല്ലാം ഓരോ ആംഗിളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി അതർ ആംഗിൾസ്. മറ്റ് ആംഗിൾസിൻ്റെ മെഷേഴ്സ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ നോക്കുക. ഒന്നാമത്തെ ഫിഗറിൽ ദിസ് ആംഗിൾ ഈസ് 30. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സൈഡ്സും എന്തായാലും ഈക്വൽ ആവില്ല. ഇത് രണ്ടുമാണ് ഈക്വൽ സൈഡ്സ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസുമായിരിക്കും ഈക്വൽ ആംഗിൾസ്. ദർഫോർ ഈസ് മെഷർ ഈസ് 30. ഓക്കെ, ഇതിൻ്റെ മെഷർ നമുക്ക് 30 എന്ന് കിട്ടുന്നു. പിന്നെ അടുത്ത ട്രയാങ്കിളിൻ്റെ മെഷർ കിട്ടാൻ എന്ത് ചെയ്യാം? 30 + 30 60. സം ഓഫ് 3 ആംഗിൾസ് 180. 180യിൽ നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 120 കിട്ടും. അപ്പോൾ ദിസ് ആംഗിൾ ഈസ് 120. അപ്പോൾ ഇതുപോലൊരു ഫിഗർ വരയ്ക്കുക. വരച്ചതിന് ശേഷം അതിൻ്റെ ആൻസേഴ്സ് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് ഫിഗർ. ആൻഡ് ദിസ് ഈസ് ഗിവൺ ടു ബി 30. ഇത് 30 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് പേരൊക്കെ കൊടുക്കുക. അങ്ങനെ ABC എന്ന് പേര് കൊടുക്കുക. നോക്കിക്കഴിഞ്ഞാൽ
ഈ രണ്ട് സൈഡ്സും ഈക്വലാണ് തോന്നുന്ന രീതിയിൽ ഫിഗർ വരയ്ക്കണം. ഇവിടെ 30 എന്ന് കൊടുക്കുക. ഇവിടെ എഴുതുക ആംഗിൾ സി ഈസ് ഈക്വൽ ടു 30. ആംഗിൾ സി എത്രയാണ്? 30 ആണ്. പിന്നെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് എത്ര? 30 + 30. ഓക്കെ, 30 + 30 എന്ന് കൊടുക്കുക. 30 + 30 60, 60 180 എന്ന് കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 120. അപ്പോൾ ആദ്യത്തിൻ്റെ ആൻസറായി. ഇനി രണ്ടാമത്തെ ഫിഗർ 40. ഈ രണ്ട് ആംഗിൾസ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെന്ന് തോന്നുന്ന രീതിയിൽ ഫിഗർ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ 40 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, PQR. അപ്പോൾ ഈ രണ്ട് സൈഡ്സുമാണ് ഈക്വൽ സൈഡ്സ്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 180യിൽ നിന്ന് 40 കുറച്ചാൽ ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് കിട്ടും. പക്ഷേ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് ആ സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളിൻ്റെ മെഷറും ഈ ആംഗിളിൻ്റെ മെഷറും കിട്ടും. ഓക്കെ, അപ്പോൾ ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ R. ഇത് രണ്ടും ഈക്വലാണ്. മാത്രമല്ല 180യിൽ നിന്ന് ഈ 40 കുറച്ചാൽ എത്രയാണോ കിട്ടുക അതിൻ്റെ നേർ പകുതിയായിരിക്കും Q. അത്ര തന്നെ ആയിരിക്കും R. അപ്പോൾ പകുതി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 180 മൈനസ് 40 ഈസ് 140. 140/2. 140/2 ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. അതായത് ആംഗിൾ ക്യൂവും ആംഗിൾ ആറും രണ്ടും എന്താണ്? 70 ഡിഗ്രി ആണ്. ഓക്കെ, അടുത്ത ഫിഗർ 20. ഇവിടെ 20. ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ മേലെ 40 കണ്ടതുപോലെ തന്നെയാണ് ഇതും കാണേണ്ടത്. ഓക്കെ, ഈ ആംഗിൾ 20 ആണ്. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നു, DEF പേര് കൊടുക്കുന്നു. അപ്പോൾ ആംഗിൾ D 20 ആയതുകൊണ്ട് ആംഗിൾ ഇയും ആംഗിൾ എഫും രണ്ടും ഈക്വലാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നു. ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ്. ഈ രണ്ടിൻ്റെയും മെഷർ കിട്ടാൻ വേണ്ടി 180യിൽ നിന്ന് 20 കുറയ്ക്കുക. എന്നിട്ട് അതിനെ നേർ പകുതിയാക്കുക. 180 മൈനസ് 20 ഈസ് ഈക്വൽ ടു 160. 160/2 ദാറ്റ്സ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ആംഗിൾ ഇയുടെ മെഷറും ആംഗിൾ എഫിൻ്റെ മെഷറും രണ്ടും സെയിം ആണ്. ഈ രണ്ടും എത്രയാണ്? 80 ഡിഗ്രിയാണ്. അടുത്തത് 100. അതേപോലെ തന്നെയാണ് അതും ചെയ്യേണ്ടത്. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 100 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് 100. ഈ രണ്ട് സൈഡ്സുമാണ് ഈക്വൽ. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വലായി മാറും. MNP എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി, 3 ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ N ഈസ് ഈക്വൽ ടു 100. എമ്മും Pയും ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ M ഈസ് ഈക്വൽ ടു ആംഗിൾ P ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 180 മൈനസ് 100/2. 180 മൈനസ് 100 ഈസ് 80. 80/2 ദാറ്റ്സ് ഈക്വൽ ടു 40. അപ്പോൾ രണ്ട് ആംഗിൾസിൻ്റെയും മെഷർ സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ആണ്. എഴുതി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. സെക്കൻഡ് വൺ ആംഗിൾ ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 90 ഡിഗ്രി. വാട്ട് ആർ ദി അതർ 2 ആംഗിൾസ്? ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ 1 ആംഗിൾ 90 ആണ് എങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസും എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ 1 ആംഗിൾ 90 ആവുകയാണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 2. കാരണം ഒരു ആംഗിൾ 90 ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസ് മറ്റൊരു ആംഗിൾ കൂടി 90 ആവില്ല. ഓക്കെ, ഒരു ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആവാം, അല്ലെ 3 ആംഗിൾസ് ഈക്വൽ ആവാം. അപ്പോൾ ഒരു ആംഗിൾ 90 ആണെങ്കിൽ അടുത്ത ആംഗിൾ 90 ആവില്ല. കാരണം 90 + 90 180 ആവുകയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിളിൻ്റെ മെഷർ എത്രയാണ്? 0 ആയി പോകും, അല്ലേ? കാരണം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 180 അല്ലേ കിട്ടുക. അപ്പോൾ രണ്ട് ആംഗിൾസിൻ്റെ സം തന്നെ 180 ആയാൽ മൂന്നാമത്തെ ആംഗിൾ ഇല്ല എന്നുള്ള രീതിയിലായി മാറും. അപ്പോൾ ട്രയാങ്കിൾ ഉണ്ടാവില്ലല്ലോ.
അപ്പോൾ അത് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ഒരു ആംഗിൾ മാത്രമേ 90 ആവുള്ളൂ. അപ്പോൾ മറ്റ് രണ്ട് ആംഗിൾസും ഈക്വൽ ആംഗിൾസാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനൊരു പേര് കൊടുക്കുന്നു, ട്രയാങ്കിൾ ABC. ഇതിൽ എയും സിയും രണ്ടുമാണ് ഈക്വൽ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി. അത് രണ്ടും കിട്ടാൻ വേണ്ടി 180യിൽ നിന്ന് നമുക്കറിയാവുന്ന ആംഗിൾ 90യെ കുറച്ചിട്ട് എന്ത് ചെയ്യുക, പകുതിയാക്കുക. 180 മൈനസ് 90 ഈസ് 90, 90/2 ദാറ്റ്സ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ആംഗിളിൻ്റെയും, അതായത് ആംഗിൾ എയുടെയും ആംഗിൾ സിൻ്റെയും മെഷർ എത്രയാണ്, 45 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളിൽ വൺ ആംഗിൾ 90 ആവുകയാണെങ്കിൽ വേറൊരു ആംഗിൾ 90 ആവില്ല. മറ്റ് രണ്ട് ആംഗിൾസിൻ്റെ മെഷർ സെയിം ആയിരിക്കും. അത് എത്രയാവും, 45 ഡിഗ്രി ആയിരിക്കും. അടുത്തത് വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 60. വാട്ട് ആർ ദി അതർ ടു ആംഗിൾസ്? ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ വൺ ആംഗിൾ 60 ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസ് എത്രയാണെന്നാണ്. അപ്പോൾ ഒരു ആംഗിൾ 60 ആവുകയാണെങ്കിൽ മറ്റൊരു ആംഗിളും കൂടെ 60 ആവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായി മാറും, 60 ആയി മാറും. ഇപ്പോൾ ട്രയാങ്കിൾ ABC ആണെന്ന് വിചാരിക്കുക. ട്രയാങ്കിൾ ABC, അതിൽ A 60 ആണെന്ന് വിചാരിക്കുക. If angle A is equal to 60, angle B can be 60. Okay. 90 ആണെങ്കിൽ അടുത്തത് 90 ആവാതിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ A 60 ആണെങ്കിൽ ആംഗിൾ B 60 ആവാം, അല്ലെങ്കിൽ ആംഗിൾ സിയും 60 ആവാം. ഓക്കെ. ആംഗിൾ സി അല്ലെങ്കിൽ ആംഗിൾ B can be 60. അപ്പോൾ ആംഗിൾ B 60 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ if ആംഗിൾ B is equal to 60, ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് 60 എന്ന് വിചാരിക്കാം. ദെൻ വാട്ട് ഈസ് ആംഗിൾ സി? ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 പ്ലസ് 60. ബി 60 ആയി കഴിഞ്ഞാൽ 60 പ്ലസ് 60. 180 മൈനസ് 120. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 60. A 60 ആണെങ്കിൽ, ഒരു ആംഗിൾ 60 ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസിൽ ഏതെങ്കിലും ഒന്ന് എന്താവാം, 60 ആവാം, കുഴപ്പമൊന്നുമില്ല. ആംഗിൾ സി അല്ലെങ്കിൽ ആംഗിൾ ബി ക്യാൻ ബി 60. ഓക്കെ, ആംഗിൾ സി ഓർ ആംഗിൾ ബി ക്യാൻ ബി 60. അപ്പോൾ ആംഗിൾ ബി 60 ആണെങ്കിൽ ആംഗിൾ സി എത്രയും മാറും? ആംഗിൾ എയുടെ മെഷറും ആംഗിൾ ബിയുടെ മെഷർ 60യും രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 180 നിന്ന് കുറയ്ക്കുക. അപ്പോൾ ആംഗിൾ സി എത്ര കിട്ടും? 60 കിട്ടും. ഇനി ആംഗിൾ ബി അല്ല 60, ആംഗിൾ സി ആണ് 60 എന്ന് വിചാരിക്കുക. ആംഗിൾ സി ആണ് 60 എങ്കിൽ സി പ്ലസ് എ ഇസ് ഈക്വൽ ടു 60 പ്ലസ് 60 ആയി മാറും. അപ്പോൾ ആംഗിൾ ബി എന്നുള്ളത് എത്രയാവും? 60 ഡിഗ്രി ആവും. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലായി? ഇഫ് വൺ ആംഗിൾ ഈസ് 60, അതർ ടു ആംഗിൾസ് ഓൾസോ വിൽ ബി 60. ഓക്കെ, if one angle is 60, other two angles will be 60 degree. Therefore, triangle is equilateral triangle. Triangle equilateral triangle ആയി മാറും. അപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളിലുള്ള വൺ ആംഗിൾ 60 ആണെങ്കിൽ ആ ട്രയാങ്കിൾ എന്തായി മാറും? ഇക്വിലാറ്ററൽ ട്രയാങ്കിളായി മാറും. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വൺ ആംഗിൾ 90 ആണെങ്കിൽ, നേരത്തെ പഠിച്ചതാണ്, വൺ ആംഗിൾ 90 ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓരോന്നിൻ്റെയും മെഷർ 45 ഡിഗ്രി ആയി മാറും. ദെൻ ഫോർത്ത് വൺ, ഇൻ ഫിഗർ ബിലോ In figure below, O is the center of the circle and A, B are points on the circle. ഒരു സർക്കിൾ ഒരു ട്രയാങ്കിൾ എ ബി സി കാണാം. അതിൽ O is the center of the circle. ഈ O എന്ന ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് സർക്കിളിൻ്റെ സെൻറ്ററാണ്. ഓക്കെ, ദെൻ A and B are other two angles. Compute angle A and angle B. ആംഗിൾ എയും ആംഗിൾ ബിയും കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്.
Question 4. Question 4. അപ്പോൾ എന്ത് ചെയ്യുക, വളരെ കൃത്യമായി ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് അതിൽ 1 ആംഗിൾ 60 ആണെന്നാണ് പറയുന്നത്. ആംഗിൾ 60. ഇവിടെ ഒ എ ബി ആൻഡ് ദിസ് വൺ ഈസ് 60 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് അതർ 2 ആംഗിൾസ്. വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഒ എ റേഡിയസ് ആണ്, ഒ ബിയും റേഡിയസ് ആണ്. ഒരേ സർക്കിളിൻ്റെ റേഡിയായി ആണ് ഇത് രണ്ടും. റേഡിയായി എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ പ്ലൂറലാണ് എന്ത്, റേഡിയായി. ഒന്നിലധികം റേഡിയസ് ഉണ്ടെങ്കിൽ നമ്മൾ റേഡിയായി എന്ന് പറയും. അപ്പോൾ ഒ എ ആൻഡ് ഒ ബി ആർ റേഡിയായി. റേഡിയായി എങ്ങനെയാണ് എഴുതുക, റേഡിയായി. ഓക്കെ, 2 ആയി കൊടുക്കാം. സോ ഒ എ ആൻഡ് ഒ ബി ആർ റേഡിയായി. ഓക്കെ, സോ ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി. അപ്പോൾ 2 സൈഡ്സ് ഈക്വലായി. 2 സൈഡ്സ് ഈക്വൽ ആകുമ്പോൾ ഒ എ ബി എന്താണ്, ഐസോസെലസ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഒ എ ബി ഈസ് ഐസോസെലസ്. അപ്പോൾ ആംഗിൾ എയും ബിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. രണ്ടിൻ്റെയും മെഷർ കിട്ടാൻ എന്ത് ചെയ്യുക, 3 ആംഗിൾസിൻ്റെ സമമായ 180യിൽ നിന്നും നമുക്കറിയാവുന്ന ആംഗിളെ 60 മൈനസ് ചെയ്തിട്ട് ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹാഫ് ആക്കുക. 180 മൈനസ് 60 ഈസ് 120. ഓക്കെ, 120/2 ഈസ് ഈക്വൽ ടു 60. അപ്പോൾ ആംഗിൾ എയും 60 ആയിരിക്കും, ആംഗിൾ ബിയും 60 ആയിരിക്കും. അപ്പോൾ ദിസ് വിൽ ബി എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് 2 റേഡിയായി വരയ്ക്കുക. ഇവിടെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ 60 ആണെങ്കിൽ ഈ റേഡിയൈൻ്റെ എൻസ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചുണ്ടാക്കുന്ന ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളായി മാറും, ഇക്വിലാറ്ററൽ ട്രയാങ്കിളായി മാറും. അതാണ് പ്രത്യേകത. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the figure below, O is the center of the circle and A, B, C are points on the circle. ഓക്കെ, ഈ സർക്കിളിൽ, ഈ ഫിഗറിൽ ഒ എന്നുള്ളത് എന്താണ്, ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ്. എന്നിട്ട് ഒ ബി, ഒ സി, ഒ എ എന്നൊക്കെ റേഡിയായി കാണാം. എന്നിട്ട് എയും ബിയും സിയും ഒക്കെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ നിങ്ങൾക്ക് 3 ആംഗിൾസ് കാണാം. അതിന് 1 ആംഗിൾ ഈസ് 120, ദി അതർ ആംഗിൾ ഓൾസോ ഈസ് 120. ഓക്കെ, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഈ ട്രയാങ്കിൾ എ ബി സിൻ്റെ ആംഗിൾസ് ഏതെല്ലാം, അതായത് ഈ ആംഗിൾ എത്ര, ഈ 2 ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇടയിലുള്ള ആംഗിൾ, അതുപോലെ ഈ ആംഗിൾ എത്ര, ഈ ആംഗിൾ എത്ര, ഈ 3 ആംഗിൾസിൻ്റെ മെഷേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കുക. ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. യു ഹാവ് ടു ഡ്രോ വിത്ത് കോമ്പസ്. ഓക്കെ, കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സർക്കിൾ വരയ്ക്കാം. അപ്പോൾ അതിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു, ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, ഇങ്ങോട്ടൊക്കെ ജോയിൻ ചെയ്തു. ആൻഡ് ദിസ് ആംഗിൾ ഈസ് 120 ആൻഡ് ദിസ് ആംഗിൾ ഓൾസോ ഈസ് ഗിവൺ ടു ബി 120. ഇതിൻ്റെ പേര് എ ബി സി ആണ്. എ ബി സി. വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പോയിന്റിൽ നിന്ന് എത്ര ലൈൻ സെഗ്മെൻറ്റ് വരച്ചാലും അവിടെ ഉണ്ടാകുന്ന എല്ലാ ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് 360 ആയിരിക്കും. ഓക്കെ, സം ഓഫ് all angles formed at a point by drawing line segments is 360 degree.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ നമുക്ക് കാണാം ഈ പോയിന്റിൽ നിന്ന്, അതായത് സെൻട്രൽ നിന്ന് ഒ ബി, ഒ സി, ഒ എ വരച്ചു. അപ്പോൾ 3 ആംഗിൾസ് ഉണ്ടായിട്ടുണ്ട്, 120, 120. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും എന്ന് വെച്ചാൽ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 360 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 120 + 120 240. ഓക്കെ, അപ്പോൾ 360യിൽ നിന്ന് 240 കുറച്ചാൽ കിട്ടുന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ എത്ര തന്നെയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ ഈ പോയിൻ്റ് O എന്ന് തന്നിട്ട്, അപ്പോൾ ആംഗിൾ ബി ഒ സി നമുക്ക് ആദ്യം തന്നെ കിട്ടും. ഓക്കെ, ആംഗിൾ ബി ഒ സി ഇസ് ഈക്വൽ ടു 360 മൈനസ് 120 + 120. That's equal to 360 minus 240. That's equal to what? 120 ഡിഗ്രി. അപ്പോൾ ഇത് 120 ഡിഗ്രിയാണെന്ന് കിട്ടി. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ എങ്ങനെ? ഒ എ ആൻഡ് ഒ സി ആർ ഈക്വൽ. അപ്പോൾ ദീസ് 2 ആംഗിൾസ് വിൽ ബി ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 180യിൽ നിന്ന് 120 മൈനസ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ വിൽ ഗെറ്റ് മെഷർ ഓഫ് ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ. അതേപോലെ തന്നെയാണ് ഇവിടെയും. 180യിൽ നിന്ന് 120 മൈനസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ദീസ് 2 ആംഗിൾസ് വിൽ ഗെറ്റ് ബോത്ത് ആർ ഈക്വൽ. 180 മൈനസ് ഇത് 120 നമുക്കിപ്പോൾ കിട്ടി, 120 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 120 മൈനസ് ചെയ്യുന്നു, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, വിൽ ഗെറ്റ് മെഷർ ഓഫ് ദീസ് 2 ആംഗിൾ. അപ്പോൾ ഇവിടെ സെൻട്രൽ ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട്, ഈ 3 ആംഗിൾ ഈക്വൽ അല്ലേ, അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഈ 6 ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 6 ആംഗിൾസിൻ്റെ പേര് ഒരുമിച്ച് എഴുതിക്കൊണ്ട് നമുക്ക് ചെയ്യാം. 6 ആംഗിൾസും സെയിം ആയിരിക്കും. നോക്കുക, അപ്പോൾ ആംഗിൾ ഒ എ ബി is equal to OAC, that's equal to OBA, that's equal to OBC, that's equal to OCB, that's equal to OCA. ഓക്കെ, എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് എഴുതാം. എല്ലാ ആംഗിൾസിൻ്റെയും മെഷറും എന്തായിരിക്കും? സെയിമായി മാറും. ഒ എ ബി, ഒ ബി എ, ഒ എ സി, ഒ സി എ, ഒ സി ബി, ഒ ബി സി എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒറ്റ ലൈനിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ആംഗിൾ ഒ എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി സി, ദാറ്റ്സ് ഈക്വൽ ടു ആംഗിൾ ഒ എ സി, ദാറ്റ്സ് ഈക്വൽ ടു ആംഗിൾ ഒ സി എ, ദാറ്റ്സ് ഈക്വൽ ടു ആംഗിൾ ഒ ബി സി, ദാറ്റ്സ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. 6 ആംഗിൾസ് എല്ലാം ഈക്വൽ ആംഗിൾസ് ആണ്. ആൻഡ് ദ മെഷർ ഓഫ് ഓൾ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 120 ബൈ 2. ഓക്കെ, 180യിൽ നിന്ന് 120 കുറയ്ക്കുക, അപ്പോൾ 60 കിട്ടും. 60 ബൈ 2 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ എല്ലാം എന്തായി മാറും? 30 ഡിഗ്രിയായി മാറും. അപ്പോൾ ഇവിടെ നമുക്ക് 30 കിട്ടുന്നു, ഇവിടെയും 30 കിട്ടുന്നു. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ഹിയർ ഇറ്റ് ഈസ് 30 ആൻഡ് ദിസ് വൺ ഈസ് 30, ഹിയർ ഇറ്റ് ഈസ് 30, ദിസ് ഓൾസോ ഈസ് 30. എല്ലാം എത്രയായി മാറി? 30 ആയി മാറി. സോ ദിസ് ആംഗിൾ ഈസ് 30 + 30 60, ദിസ് ഈസ് 60, ദിസ് ഈസ് 60. സോ വി ഗോട്ട് ദി ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. ആംഗിൾ എ is equal to angle B is equal to angle C. എല്ലാം ഈക്വൽ ആണ്. ആൻഡ് എവറിത്തിങ് ഈസ് ഈക്വൽ ടു 60. ഓക്കെ, അപ്പോൾ എല്ലാ മെഷറും എന്താണ്? ഈക്വൽ ടു 60 ആണ്. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 5. ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ 5. ഈ പറഞ്ഞ കാര്യം ഓർക്കുക. സം ഓഫ് ദി ആംഗിൾസ് അറ്റ് എ പോയിൻറ്റ് ഈസ് ഈക്വൽ ടു 360 എന്നുള്ളത്. അങ്ങനെയാണ് നമുക്കിവിടെ 120 കിട്ടുന്നത്. പിന്നെ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആംഗിൾസ് എല്ലാം 30 ആയി മാറുന്നത്. എല്ലാ ആംഗിൾസും 30 ആയി മാറാൻ കാരണം എന്താണ്? ഈ സെൻട്രൽ ആംഗിൾസ് എല്ലാം 120 ആയതുകൊണ്ടാണ്. സെൻട്രൽ ആംഗിൾസ് ഇത് 120യും ഇതൊരു 110ഉം ആണെങ്കിൽ ഇവിടെ വ്യത്യാസം വരും. ഇത് 130 ആയി മാറും. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾസ് എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ എല്ലാം 120 ആയതുകൊണ്ടാണ് സെയിം ആംഗിൾസ് കിട്ടാനുള്ള കാരണം.
അടുത്തത് ബൈസെക്ടേഴ്സ് എന്നുള്ള പോർഷനാണ്. ബൈസെക്ടേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിലെ 1-2 പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബൈസെക്ടറെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ബൈസെക്ടേഴ്സ് എന്നുള്ള ഭാഗം വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. Meet you in the next day. Okay.